മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പള്ളിക്കുദാശകാലം 3-ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുക അലസതയിൽ നൊഴിഞ്ഞു മാറാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കാനുമായുള്ള സന്ദേശമാണ്. ഇന്നത്തെ 4 വായനകളും ഈ ഒരു സന്ദേശവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ 1-ാമത്തെ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം 29-ാം അധ്യായം 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ റാഹേലിനു വേണ്ടി പണിയെടുക്കുന്ന യാക്കോബിനെ നാം കാണുന്നു. തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി എല്ലാം മറന്ന് അവൻ തൻ്റെ ജോലിയിൽ ഏർപ്പെടുന്നതായി ഇന്നത്തെ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ 2-ാമത്തെ വായനയായ പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമെന്താണെന്നും ഏത് ലക്ഷ്യത്തിലാണ് നാം അധ്വാനിക്കേണ്ടതെന്നും നാം കാണുന്നു. നമ്മുടെ ജോലിയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ എപ്പോഴും നമ്മുടെ ലക്ഷ്യം കർത്താവാണെന്നും ആ കർത്താവിനെ ലക്ഷ്യമാക്കി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുമെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ 3-ാമത്തെ വായനയായ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിയസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുക അലസതയിൽ നൊഴിഞ്ഞു മാറി എപ്പോഴും അധ്വാനത്തിലും ദൈവിക കാര്യങ്ങളിലും ഉത്സുകനായി തീരുക എന്നുള്ള വലിയ സന്ദേശമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ താലന്തുകളുടെ ഉപമയാണ് നാം കാണുക. കർത്താവ് നമ്മെ ഈ ഉപമയിലൂടെ ഓർമ്മപ്പെടുത്തുക നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അധ്വാനവും നമ്മുടെ കഴിവുകളും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കണം. നമ്മുടെ കഴിവുകളെ നമ്മുടെ അധ്വാനത്തിലൂടെ പുറത്തു കൊണ്ടുവരുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാനും കർത്താവിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് നീങ്ങുവാനുമുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ലക്ഷ്യം കർത്താവായിരിക്കട്ടെ, നമ്മുടെ അധ്വാനം കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതായിരിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥന എപ്പോഴും നമ്മെ മുൻപോട്ട് നയിക്കട്ടെ. അതിനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.